ഓക്കെ, അപ്പോൾ നമ്മൾ എലൈറ്റ് തിയറി പറഞ്ഞു, പ്ലൂറലിസം പറഞ്ഞു, യൂണിറ്റ് 1 മോഡ്യൂൾ 4 ആണ് നോക്കുന്നത്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ഡെലിബറേറ്റീവ് ഡെമോക്രസി ആണ് നോക്കാൻ നോക്കുന്നത്. ഓക്കെ, ചെറിയൊരു മോഡുകളാണ്. ഓക്കെ, തിയററ്റിക്കലാണ്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പായിട്ട് നോക്കണ്ട. ബേസിക്കലി ഓതേഴ്സ് അവരുടെ ഐഡിയാസിന്റെ ഒരു ബേസിക്, ഓക്കെ, അവരുടെ ഐഡിയാസിന്റെ ഒരു ബേസിക് അത്രയാണ് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടത്. അപ്പം ഈ വിൽഫ്രഡ് പരേറ്റോയുടെ ഐഡിയ ഒക്കെ പറഞ്ഞു, മറ്റേ എന്താണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ്, അയൺ ലോ ഓഫ് ഒലിഗാർക്കി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Deliberative democracy and public sphere of Jürgen Habermas. Okay, Habermas. Okay, German ആണ്. Okay, German ആണ്. Jürgen Habermas. Okay, Habermas is one of the most important modern political thinker. Okay, most important modern political thinkers associated with deliberative democracy and the idea of the public sphere. He believed that, okay, നമ്മുടെ മോഡേൺ പൊളിറ്റിക്കൽ തിങ്കേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർ ഡെലിബറേറ്റീവ് ഡെമോക്രസിയെ കുറിച്ച് അല്ലെങ്കിൽ ഡെമോക്രാസിയിലെ ഓക്കെ ഈ ഡെലിബറേഷൻ അല്ലെങ്കിൽ പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞൊരു ഐഡിയയെ കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ പോർഷനിൽ ഓക്കെ നിങ്ങളുടെ സിലബസിൽ വരുന്ന ആളാണ് ഹേബർമാസിന്റെ idea എന്താണെന്ന് നമുക്ക് നോക്കാം. Okay, he believed that democracy should not be limited to elections and voting alone. Instead, democracy becomes meaningful when citizens participate in free, rational and open discussion about public issues. ഹേബർമാസ് എന്താണ് പറയുന്നത്? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 വർഷം കൂടുമ്പോൾ ഒന്ന് വോട്ടിട്ട് പോകുന്ന ഒരു പ്രക്രിയ മാത്രമാക്കി വെക്കരുത്. ഓക്കെ, ഒരു അങ്ങനത്തെ ഒരു പ്രക്രിയ മാത്രമാക്കി വെക്കാൻ പാടില്ല. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത്. ഇൻസ്റ്റഡ് it should be meaningful when citizens participate in free, rational, open discussion about public issues. അതായത് ജനങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾ നേരിട്ട് ഈ പബ്ലിക് ഇഷ്യൂസ് എന്താണ് ഡിസ്കസ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് ലഭിക്കേണ്ട ഔട്ട്പുട്ടിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നേടിയെടുക്കുകയും വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യും. സോഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, എക്കണോമിക് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഒരു സിവിൽ സൊസൈറ്റി എന്ന രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, സോഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, എക്കണോമിക് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ കുറിച്ച് ഓപ്പൺ ആയ ഡിസ്കഷൻ നടക്കണം പബ്ലിക് സ്പിയറിൽ എന്ന് പറയുന്ന ആളാണ് ജോർഗൻ ഹബർമാസ്. എന്നാൽ മാത്രമേ ഈ പറയുന്ന ഡെമോക്രസി എന്ന് പറയുന്നത് എന്താകത്തുള്ളൂ, അതിന്റെ പരിപൂർണതയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾഫിൽഡ് സ്റ്റേജിലേക്ക് എത്തൂ എന്നാണ് ഹേബർമാസ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, deliberative democracy എന്താ നോക്കാം. Deliberative democracy is a form of democracy in which political decisions are made through discussion, debate and reasoning among citizens. Okay, അപ്പോൾ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്താണ്? ഡെലിബറേഷനിലൂടെ, ഓക്കെ, അല്ലെങ്കിൽ ഡിസ്കഷൻ ആൻഡ് ഡിസ്കോഴ്സിലൂടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ്. ഓക്കെ, അപ്പം അതായത് ഇപ്പം എന്താണ് ഒരു പുതിയ നിങ്ങൾക്ക് ഒരു സോഷ്യൽ ഒരു ഇഷ്യൂ, ഓക്കെ, ഒരു ഇഷ്യൂ, ഓക്കെ, ഒരു ഇപ്പൊ എൻവയോൺമെന്റ് സംബന്ധമായ ഒരു പ്രശ്നമായിരിക്കാം. ഓക്കെ, എൻവയോൺമെന്റ് സംബന്ധമായ പ്രശ്നമായിരിക്കാം. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്ത് വേണമെന്നാണ് പറയുന്നത്? ഈ പറയുന്ന ഭരണകർത്താക്കൾ നേരിട്ട് അവർ മാത്രമായി അതോറിറ്റേറ്റീവ് ഡിസിഷൻസ് എടുക്കണമെന്നല്ല. എന്ത് വേണം? ഈ പറയുന്ന സിറ്റിസൺസിന്റെ ഇടയിൽ ഡിസ്കഷനും ഡിബേറ്റും റീസണിങ്ങും ഡിസ്കോസും കാര്യങ്ങളും എല്ലാം നടക്കണം. ഓക്കെ, അങ്ങനെ അതിൽ നിന്ന് വേണം എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായി വരാൻ എന്നാണ് നമ്മുടെ ഹേബർമാസ് ഉദ്ദേശിക്കുന്നത്. ഡെലിബറേറ്റീവ് ഡെമോക്രസിയുടെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അതായത് സിറ്റിസൺസ് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഡെമോക്രസിയാണ് ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൊളിറ്റിക്കൽ ഡിസിഷൻസിൽ. ഓക്കെ, കാരണം നമ്മൾ ഈ പറയുന്ന സിറ്റിസൺസ് ഒരുപാട് രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ടാവുന്നു? അവിടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു സംഭവം ഫോം ആവുന്നു, അല്ലെ? പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ സംഭവം ഫോം ആവുന്നു. ഈ പബ്ലിക് ഒപ്പീനിയന്റെ ബേസിലായിരിക്കണം പൊളിറ്റിക്കൽ ഡിസിഷൻസ് വരിക. പബ്ലിക് ഒപ്പീനിയനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെമോക്രസിയിൽ നിന്നുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ എതിർത്തുകൊണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആയിട്ടോ സോഷ്യൽ ഡിസിഷൻസ് ആയിട്ടോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതിനെ കാരണം ഡെമോക്രസിയാണ്, ജനങ്ങളുടെ ആധിപത്യമാണ്. ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവര് നന്നായിട്ട് ഭരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വേറൊരു ടീമിനെ കൊണ്ടുവരാൻ ജനങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ പബ്ലിക് ഒപ്പീനിയന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പീപ്പിൾസ് പാർട്ടിസിപ്പേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡെമോക്രസിയാണ് നമ്മൾ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. According to Habermas, democracy legitimacy comes from public deliberation. Okay, അത് ഡെമോക്രാറ്റിക് ലെജിറ്റിമസി. ഓക്കെ, ഇപ്പൊ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം ലെജിറ്റിമേറ്റ് ആകുന്നത്, ഓക്കെ, അതിനൊരു ലെജിറ്റിമസി കിട്ടുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന പബ്ലിക് ഡെലിബറേഷൻ ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് സ്പിയർ ഭീകരമായി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടൈമിലാണ്. ഓക്കെ, ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ ഡിസ്കഷനും ഡിബേറ്റും ഈ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനും ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മളൊരു ഡെമോക്രസി ലെജിറ്റിമേറ്റ് ആണ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, സിറ്റിസൺസ് ഷുഡ് എക്സ്ചേഞ്ച് ആർഗ്യുമെന്റ്സ് ഫ്രീലി. ഓക്കെ, സിറ്റിസൺസ് എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് ആർഗ്യുമെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഫ്രീ ആയിട്ട് അവരുടെ ഒപ്പീനിയൻസ്, ഓക്കെ, അത് ഫോർ ആകാം എഗെയിൻസ്റ്റ് ആകാം. ഓക്കെ, ഫോർ ആകാം എഗെയിൻസ്റ്റ് ആകാം, പക്ഷെ ഒപ്പീനിയൻസും അവരുടെ ആശയങ്ങളും എന്ത് ചെയ്യാൻ പറ്റണം? ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയണം.
Decision should be based on the better argument rather than force, wealth or power. Okay, അപ്പോൾ ഡിസിഷൻ എന്തായിരിക്കണം? ഈ പറയുന്ന എനിക്ക് എന്താണ്, എനിക്ക് 2 ഏക്കർ തോട്ടമുണ്ട്, നിനക്ക് 5 സെന്റ് ഭൂമിയുള്ളൂ, അപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്ന ലൈനിലല്ല ആർഗ്യുമെന്റ് നടക്കേണ്ടത്. പണക്കാരനെന്നോ നിങ്ങളുടെ ജാതി വ്യത്യാസമെന്നോ മതവ്യത്യാസമെന്നോ ഒരു തരത്തിലുള്ള ഹൈറാർക്കി വെക്കാതെ ആരാണോ ബെറ്റർ ആർഗ്യുമെന്റുമായിട്ട് വരുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ആരാണ് ഒരു ബെറ്റർ ഒരു റീസണബിൾ ആയ ഒരു ഡിസിഷൻ പറയുന്നത്, അയാളുടെ ആർഗ്യുമെന്റിനെ, ഓക്കെ, അല്ലെങ്കിൽ അത് ആളാവാം, ഒരു കമ്മ്യൂണിറ്റി ആവാം, ഒരു പബ്ലിക് സ്പിയർ ആവാം, എന്തോ ആവാം, ഓക്കെ. അപ്പം ആ ഒരു ആർഗ്യുമെന്റിനെ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറഞ്ഞ ലെജിറ്റിമേറ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഡെലിബറേറ്റീവ് ഡെമോക്രസിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. റാഷണൽ ഡിസ്കഷൻ, സിറ്റിസൺസ് ഇഷ്യൂസ് ലോജിക്കലി ആൻഡ് ക്രിട്ടിക്കലി ബിഫോർ മേക്കിംഗ് ഡിസിഷൻസ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ആവുന്നതിന് മുമ്പ് എന്ത് വേണം, അത് വളരെ ലോജിക്കലിയും റീസണബിളി ആയിട്ട്, ഓക്കെ, റീസൺ നമുക്കറിയാലോ, തെറ്റാണോ ശരിയാണോ എന്ന് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ റീസണിങ് അബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റീസണിങ് അബിലിറ്റി എന്ന് പറയുന്നത് അത് ഇതാണോ, ഇത് അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ള ഒരു ഐഡിയക്കാണ് നമ്മൾ റീസണിങ് അബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിറ്റിസൺസ് എന്ത് വേണം, ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡിസിഷൻ ഫോം ആവുന്നതിന് മുന്നേ വളരെ ലോജിക്കലി റീസണബിളി ആയിരിക്കണം ഈ പറഞ്ഞ ഡിസ്കഷൻ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, എന്നൊരു ഐഡിയ ആണ് ഡെലിബറേറ്റീവ് ഫസ്റ്റ് പോയിന്റ്. ഇക്വാലിറ്റി ഇൻ പാർട്ടിസിപ്പേഷൻ, എവറി സിറ്റിസൺ മസ്റ്റ് ഗെറ്റ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സ്പീക്ക് ആൻഡ് പാർട്ടിസിപ്പേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാൻ പറ്റണം. നിനക്ക് സാമ്പത്തികമായി എന്താണ്, നിനക്കൊന്നും ഇല്ലെങ്കിലും, നീ ജാതിയിൽ താഴ്ന്നവനാണെങ്കിലും എന്താണെങ്കിലും അതിലൊന്നും ഇവിടെ ഒരു തരത്തിലുള്ള എന്തില്ല, ഒരു തരത്തിലുള്ള ഒരു വാലിഡേഷനും ഇല്ല. എല്ലാവർക്കും എന്താണ് ജനാധിപത്യത്തിൽ വോയിസ് ഉണ്ട്. ഫ്രീഡം ഫ്രം കോവേഷൻ, ഡിസ്കഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം മാനിപ്പുലേഷൻ, ഡോമിനേഷൻ ഓർ ഫിയർ. ഓക്കെ, എന്താണ് ഡിസ്കഷൻ എന്തായിരിക്കണം, ഈ മാനിപ്പുലേഷൻ, ഡോമിനേഷൻ, ഫെയറിന്. ഇപ്പം ഒരു കുടുംബത്തിൽ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഇപ്പം ഞാൻ കേരളം വെച്ച് പറയുന്നത്, നമ്മൾ യു പിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, ആ വീട്ടിൽ എന്താണ് ഈ പുരുഷ മേധാവിത്വത്തിന്റെ ഒക്കെ പീക്കായിരിക്കും. നമ്മൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീകൾ എന്താണ് പുറത്തിറങ്ങുന്നത് തന്നെ വല്ലപ്പോഴും ആയിരിക്കും. ഓക്കെ, പുറത്തിറങ്ങുന്നത് തന്നെ വല്ലപ്പോഴും ആയിരിക്കും. ഈ പറഞ്ഞ വിറക് ഇടാനും അല്ലെങ്കിൽ ഈ വീട്ടില് സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ടായിരിക്കും സ്ത്രീകൾ പുറത്തിറങ്ങുക. അപ്പൊ അവിടെ എന്തുണ്ട്, അത് കണക്ക് തന്നെ അങ്ങനത്തെ ഒരു വീട്ടിൽ എന്തുണ്ടാവില്ല, ഈ പറയുന്ന സ്ത്രീകൾക്ക് ഒരു വോയിസ് ഉണ്ടാവില്ല. ഓക്കെ, അവരുടെ ഒപ്പീനിയൻ അവിടെ മാറ്റർ ചെയ്യുന്നില്ല. തീരുമാനം എടുക്കുന്ന എല്ലാം ആരാണ് ആ വീട്ടിലെ പുരുഷന്മാരായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ട്, അവിടെ ഈ പറഞ്ഞ ഡോമിനേഷൻ ഉണ്ട്, ഫിയർ ഉണ്ട്. അപ്പം എന്താണ് പറയുന്നത്, ഈ ഇതൊക്കെ ഡോമിനേഷൻ, ഫിയർ, മാനിപ്പുലേഷൻ ഒക്കെ ഒരു തരത്തിലുള്ള കോവേഷൻ ആണ്. ഓക്കെ, റിയൽ അഗ്രസീവ് ആയ ഒരു സാധനമാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം ഉണ്ടാവണം ഈ ഡിസ്കഷനിൽ. ഓക്കെ, ഇങ്ങനത്തെ ഒരു പബ്ലിക് ഡിസ്കഷൻ നടക്കുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ എന്ത് വേണം, ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഈ പറയുന്ന ഫ്രീഡം എന്തുണ്ടാവണം, ഈ പറയുന്ന ഫിയറിൽ നിന്ന്, മാനിപ്പുലേഷനിൽ നിന്ന്, എല്ലാത്തിൽ നിന്നൊരു മോചനം ഉണ്ടാവണം. ഓക്കെ, കൺസെൻസ് ബിൽഡിംഗ്, ദ എയിം ഇസ് ടു റീച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അഗ്രിമെന്റ് ത്രൂ ഡയലോഗ്. ഓക്കെ, ഇതിന്റെ എയിം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ. ഓക്കെ, ഡിസ്കഷനിലൂടെ ഒരു ഒരുമിച്ച് ഒരു കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എടുക്കുന്നതാണ് നമ്മൾ കോൺസെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എടുത്ത് വരിക. ഓക്കെ, എല്ലാവരും ഡിസ്കഷനിലൂടെ പല അഭിപ്രായങ്ങൾ വരും. പക്ഷേ ഈ പല അഭിപ്രായങ്ങൾ വരും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു അഭിപ്രായം വന്നു, വേറൊരു അഭിപ്രായം വരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് പുതിയൊരു കുറച്ചും കൂടെ ഹയർ ഈ റീസണിങ് ആയ, ഹയർ ലോജിക്കലായ ഒരു പുതിയൊരു അഭിപ്രായം വരും. ഓക്കെ, ഓക്കെ, പബ്ലിക് റീസൺ, പോളിസി ഷുഡ് ബി ജസ്റ്റിഫൈഡ് വിത്ത് റീസൺസ് അക്സെപ്റ്റബിൾ ടു ദ പബ്ലിക്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ ഒരു സാധനം ഫോമായി വരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ വരുന്ന പോളിസി എന്താവണം, പോളിസി ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് വരുന്ന ഒരു പോളിസി ആയിരിക്കണം. ഓക്കെ, ഈ പറയുന്ന ഗവൺമെന്റോ സ്റ്റേറ്റോ ബോഡീസോ കൊണ്ടുവരുന്നൊരു A central concept in Habermas theory is communicative action. Okay, communicative action. It refers to the communication aimed at achieving mutual understanding rather than personal gain or domination. It refers to communication aimed at achieving mutual understanding rather than personal gain or domination. Okay. എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കൊണ്ട്? കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ നോക്കി വെച്ചേക്കും കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആണ്. അപ്പം എന്താണ്, നമ്മൾ ഇപ്പൊ അത്ര നേരം പറഞ്ഞ തന്നെ ആൾക്കാർ എന്താണ് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ആൾക്കാർക്ക് എന്തുണ്ടാവും, എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻസ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വ്യൂസ് ആയിക്കില്ല, ഐഡിയോളജീസ് ആയിക്കില്ല. പക്ഷെ എന്ത് വേണം, ഫ്രീ ആയിട്ടുള്ള ഡിസ്കഷൻ വേണം. ആർക്കും ആരുടെയും ഒരു ഡോമിനേഷൻ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫിയർ ഇൻസ്റ്റിൽ ചെയ്തുകൊണ്ടല്ല ഈ പറയുന്ന ഡിസ്കഷൻ നടക്കേണ്ടത്. എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് ജനാധിപത്യ മര്യാദയോടെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം.
Habermas argued that society should encourage communication where people listen to each other, arguments are raised rationally, truth emerges through dialogue. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ലിസൺ ചെയ്യാനും പറ്റണം, ചർച്ചയും ചെയ്യണം, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പീനിയൻ പറയാനുള്ള സ്പേസും ഉണ്ടാവണം. ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ. In such situation, everyone can participate equally. Nobody is excluded. No one dominates other. Participants speak freely, and only the strength of the argument matters. നമ്മളിപ്പം പറഞ്ഞാണ് അതാണ് മോറൽ എന്താണ് നമ്മുടെ ഡെലിബറേറ്റ് ഡെമോക്രസിയുടെ മോറൽ ഫൗണ്ടേഷൻ. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഐഡന്റിറ്റീസ്, ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഐഡന്റിറ്റീസ് എവരിവൺ ഷുഡ് സ്പീക്ക് ഫ്രീലി ഇൻ എ ഡെലിബറേറ്റ് ഡെമോക്രസി. ഓക്കെ, എവരിവൺ ഷുഡ് ഹാവ് ദ സ്പേസ് ടു സ്പീക്ക് ഫ്രീലി. ഓക്കെ, എന്താണ് എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാവണം, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന പോലെ. ഓക്കെ, ആർക്കും എന്തുണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡോമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പം ഇതാണ് ഡെലിബറേറ്റ് ഡെമോക്രസിയുടെ ഒരു മോറൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഡെലിബറേറ്റ് ഡെമോക്രസിയിൽ ഉണ്ടാവില്ല. Public sphere. Public sphere is a social space where private individuals gather to discuss public matters and influence political action. The idea was developed by Habermas in Structural Transformation of the Public Sphere. Habermas എഴുതിയ പുസ്തകമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, Structural Transformation of Public Sphere. ഓക്കെ, Habermas എഴുതിയ പുസ്തകം. അപ്പോൾ പബ്ലിക് സ്പിയർ എന്താണ്? പബ്ലിക് സ്പിയർ, ഒരു പബ്ലിക് സ്പിയറിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അതായത് കുറെ ആൾക്കാർ കൂടി ഇരുന്നിട്ട് എന്താണ് അവര് എന്താണ് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഒരു പബ്ലിക് മാറ്റർ, അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ നടന്നു, അപ്പൊ ഇലക്ഷനെ കുറിച്ച് അവിടെ നേതാക്കന്മാർ നടത്തിയത്, ഓക്കെ, ഇലക്ഷനിൽ എന്താണ് പാർട്ടീസ് മാനിഫെസ്റ്റോ ഇറക്കും അല്ലെ, ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇറക്കും. അതായത് അടുത്ത 5 കൊല്ലം ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റോ ഇറക്കും. അപ്പൊ ഇതിനെ കുറിച്ചൊരു ചർച്ച നടക്കുകയാണ്. ചർച്ച നമ്മുടെ നാട്ടിലൊക്കെ എവിടെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു ചർച്ചയൊക്കെ നടക്കാറ്? ഇപ്പം കോൺഗ്രസ്സുകാർ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് 5 ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും, പിന്നെ 20 ലക്ഷം രൂപ എന്താണ് ഇൻഷുറൻസ്, സ്ത്രീകളായ വിദ്യാർത്ഥിനികൾക്കെല്ലാം 1000 രൂപ വെച്ച് മാസം ഒക്കെ പറഞ്ഞ് കുറെ ഫ്രീ ബീസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ സാധാരണ എവിടെയായിരുന്നു ഡിസ്കസ് ചെയ്യാറ്? ഒരു പബ്ലിക് സ്പിയർ എന്ന് പറയാൻ നേരത്ത് സാധാരണ നിങ്ങൾ കാണാറുള്ള പബ്ലിക് സ്പിയറുകൾ എന്തൊക്കെയാണ്? നിങ്ങൾ എവിടെ ഇരുന്നു ഡിസ്കസ് ചെയ്യാറില്ല? കട, കറക്റ്റ്, കട, ചായക്കട ഒരു പബ്ലിക് സ്പിയർ ആണ്. ഓക്കെ, ചായക്കട ഒരു പബ്ലിക് സ്പിയർ ആണ്. നിങ്ങൾ ഇലക്ഷൻ ഒക്കെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു ചായക്കടയിൽ പോയി ഇരുന്ന് നോക്കുക. ചായക്കട ഇരുന്ന് നോക്കുന്ന എല്ലാവരും, ചില ചായക്കടയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ രാഷ്ട്രീയം പറയുന്നത്. ഓക്കെ, ചില കടകളിൽ എഴുതി, കാരണം അത് വന്നിരുന്ന് കഴിഞ്ഞാൽ ഇത് മാത്രം പറയുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പം അതൊക്കെ എന്താണ്, ഒരു പബ്ലിക് സ്പിയർ ആണ്. ആൾക്കാർ ഒത്തുകൂടുന്നു, ആൾക്കാർ അവിടെ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവര്. അപ്പം അവിടെ നിന്ന് എന്ത് ഫോം അപ്പ് ആവുന്നു, അവിടെ ഒരു കോൺസെൻസസ് ഫോം അപ്പ് ആവുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയ ഫോം അപ്പ് ആവുകയാണ് ആൾക്കാരുടെ മനസ്സിൽ. ഓക്കെ, അവിടെ ആൾക്കാരുടെ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പം ഇങ്ങനത്തെ ചായക്കടകളിൽ നിന്നായിരിക്കും പല ആൾക്കാരും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ വരെ എടുക്കുന്നത്. ഓക്കെ, പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ കോൺസെൻസസിനെ ഫോം അപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പബ്ലിക് സ്പിയർ. അത് പാർക്ക് ആവാം, ചായക്കട ആവാം, റെസ്റ്റോറന്റ് ആവാം, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹോസ്റ്റലിലാവാം. ഓക്കെ, അപ്പൊ പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളെല്ലാം പബ്ലിക് സ്പിയർ ആണ്. ഓക്കെ, ഡിഫറെന്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ, പല പല ഐഡിയോളജി എന്നുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടുന്ന സ്ഥലങ്ങളെല്ലാം പബ്ലിക് സ്പിയറുകളാണ്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ഹേബർമാസ് പറഞ്ഞ പുസ്തകമാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി പബ്ലിക് സ്പിയർ. സിമ്പിൾ അല്ലേ? എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതിനൊരു പേര് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓപ്പൺ ആക്സസ്, ഓൾ സിറ്റിസൺസ് ഷുഡ് ഹാവ് ആക്സസ് ടു ഡിസ്കഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകളാണ്. ഓക്കെ, എല്ലാവർക്കും ഈ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചായക്കടകളുടെ ഒക്കെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്താണ്, അവിടെയും ഈ പറയുന്ന സ്ത്രീകളായിരിക്കില്ല ചർച്ചയ്ക്ക് ഇരിക്കുന്നത് അല്ലേ, സ്ത്രീകളായിരിക്കില്ല അവിടെ. ഈ പറയുന്ന കുറെ അപ്പന്മാരും പുരുഷന്മാരും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ചായക്കടകളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പാർക്കിലൊക്കെ ആണെങ്കിലും കൂടുതൽ ഇങ്ങനത്തെ ഡിസ്കഷനിൽ ഏർപ്പെടുന്നത്. കാരണം അത് സ്ത്രീകൾ ചെയ്യാത്തതുകൊണ്ടല്ല, സ്ത്രീകൾക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നില്ല. ഓക്കെ, സ്ത്രീകൾക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം കൊണ്ടാണ്. ഓക്കെ, റാഷണൽ ക്രിട്ടിക്കൽ ഡിബേറ്റ്, പബ്ലിക് ഇഷ്യൂസ് ആർ ഡിസ്കസ് ക്രിട്ടിക്കലി ആൻഡ് ലോജിക്കലി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, റാഷണലി ആണ് ഈ പബ്ലിക് ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇൻഡിപെൻഡൻസ്, ദ പബ്ലിക് സ്പിയർ ഷുഡ് റിമെയിൻ ഇൻഡിപെൻഡന്റ് ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ ആൻഡ് മാർക്കറ്റ് ഡോമിനേഷൻ. അപ്പം ഇതെന്താണ്, പക്ഷേ ഈ പബ്ലിക് സ്പിയറുകൾ എന്താവണം, സ്റ്റേറ്റ് കൺട്രോളിൽ നിന്ന്. ഓക്കെ, സ്റ്റേറ്റ് ഇങ്ങനത്തെ ഡിസ്കഷനിലൊന്നും ഇടപെടാൻ പാടില്ല. ഇപ്പം നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ നിങ്ങളൊരു പെർമിഷൻ വാങ്ങിച്ചിട്ട്, ഓക്കെ, അവിടുത്തെ പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ഡിസ്കഷൻ, ഒരു ഫോറം അങ്ങ് സെറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാവുമോ,
അത് പൊള്ളയായ വാഗ്ദാനമാണോ, KSRTC പൂട്ടി പോകില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡിസ്കഷൻ കൊടുക്കുക. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനൊന്നും ആർക്കും അധികാരമില്ല, സ്റ്റേറ്റിന് അധികാരമില്ല. ഞങ്ങളാണ് ഇപ്പൊ ഭരിക്കുന്നത്, ഞങ്ങളുടെക്കെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്ക് അധികാരമില്ല, സ്റ്റേറ്റിന് അധികാരമില്ല, സ്റ്റേറ്റ് അത് ചെയ്യാനും പാടില്ല. ഓക്കെ, അത് കണക്ക് തന്നെ മാർക്കറ്റ് ഡോമിനേഷൻ. ഈ മാർക്കറ്റ് ഡോമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന കുത്തകകളും കുത്തകകളും അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ വെൽത്തിയർ ആയിട്ടുള്ള ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ടല്ലോ, അവരും ഈ പറയുന്ന രീതിയിൽ പബ്ലിക് സ്പിയറിന്റെ ഒപ്പീനിയൻ ഫോർമുലേറ്റ് ആവുന്ന പബ്ലിക് സ്പിയറുകളിൽ ഇടപെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ പബ്ലിക് സ്പിയറുകൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സ്പിയറുകൾ കൂടുതലും ഉണ്ടാവുക ഈ പറയുന്ന വർക്കിംഗ് ക്ലാസിന്റെ ഇടയിലായിരിക്കും. ഓക്കെ, വർക്കിംഗ് ക്ലാസിന്റെ ഇടയിലായിരിക്കും. വർക്കിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഈ ലോവർ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും ഓക്കെ, ഈ ഒരു പാറ്റേണിലാണ് ഈ പബ്ലിക് സ്പിയറുകൾ കൂടുതൽ ഫോം ആവുക. എലൈറ്റ് ക്ലാസ്സുകൾക്കിടയിൽ പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, വളരെ ചുരുക്കമാണ്. അവർ ഈ പറയുന്ന ചായക്കടകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് കൂടുന്ന സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന രീതിയിലൊരു ചർച്ചയോ കാര്യങ്ങളോ വെച്ച് ഡീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. ഓക്കെ, അങ്ങനെ കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്തെടുക്കുന്ന ആൾക്കാരായിരിക്കില്ല. Formation of public opinion. Public discussion create informed public opinion that can influence government decision. ഞാൻ നേരത്തെ പറഞ്ഞു പോയിരുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്കഷനിലൂടെ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പം ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ച് എന്താണ് ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ, ഇപ്പം ഒരു പബ്ലിക് സ്പിയറിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നടക്കാൻ പോകുന്നത്, പബ്ലിക് സ്പിയറിന്റെ ഭാഗമായ പ്രൈവറ്റ് ബസ് ഉടമകൾ എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് ബസ് ഉടമകളും തൊഴിലാളികളും എന്ത് ചെയ്യാൻ പോകുന്നു, അവര് ഒരു എന്താണ് അവര് കൂടെ ഇന്ന് ചർച്ച ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുന്നു, ഇങ്ങനെ ഇവര് പറയുന്ന രീതിയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവരുടെ കഞ്ഞൂടി മുട്ടും. അപ്പൊ അവർക്ക് എന്താണ്, അവർ ഈ പറയുന്ന രീതിയിൽ സമരമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ എന്താവുന്നു, അവിടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ആവുക. ഓക്കെ, അവിടെ ഒരു വിഭാഗം പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ അവിടെ ഫോം ആവുന്നുണ്ട്, അത് ഗവൺമെന്റ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ നോക്കുക, അത് വലിയ രീതിയിൽ അവര് ഇപ്പം വരുന്ന സർക്കാർ ചിലപ്പോൾ ഇത് നടക്കില്ല എന്നൊരു ഐഡിയയിലേക്ക് വന്നെത്താൻ പോകുന്ന ഒരു പക്ഷേ ഇങ്ങനത്തെ സമരങ്ങൾ വരുന്ന ടൈമിലായിരിക്കും. ഓക്കെ, അതൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മള് പബ്ലിക് സ്പിയർ യൂറോപ്പില് 18th സെഞ്ചുറിയിൽ എങ്ങനെ ഡെവലപ്പായി വന്നു നോക്കുന്നത്, കോഫി ഹൗസസ്, സലൂൺസ്, ന്യൂസ് പേപ്പറിലൂടെ, അതിനൊക്കെ തന്നെ ലിറ്ററലി സൊസൈറ്റീസ്. ഇപ്പം നമുക്ക് കേരളത്തില് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, ഒരു കമ്മ്യൂണിറ്റീസ്, ഈ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, കേരളത്തിൽ അങ്ങനെ ഒരുപാട് പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. ലിറ്റററി സൊസൈറ്റീസ് മാത്രമല്ല, എന്താണ് നമ്മൾ ഈ പറയുന്ന ജാതി മത അടിസ്ഥാനത്തിലുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റിലീജിയസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പൊ NSS പോലെയുള്ളതൊക്കെ എന്താണ്, NSS, SNDP, സമസ്ത, കേരളത്തിലുള്ളതാണ്. സമസ്ത, ജാമത്ത് ഇസ്ലാമി, അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താണ്, ഈ പബ്ലിക് സ്പിയറിന്റെ ഭാഗമാണ് കേട്ടോ. കാരണം അവർ ഈ പബ്ലിക്കിന്റെ ഭാഗമാണ്, അതൊരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പബ്ലിക് സ്പിയറിന്റെ ഭാഗമാണ്. ഇതൊക്കെ എന്താണ്, ഇവരുടെ ഒപ്പീനിയൻസും വളരെ രീതിയിൽ മാറ്റർ ചെയ്യുന്നത്. എങ്ങനെയാണ് മാറ്റർ ചെയ്യുന്നത്, കാരണം ജനാധിപത്യമാണ്, ഇതൊക്കെ വോട്ട് ബാങ്ക് ആണ്. ഇതെല്ലാം വോട്ട് ബാങ്ക് ആണ്. Relation between deliberative democracy and public sphere. The public sphere is the foundation of deliberative democracy. The public sphere provides a space for discussion. Deliberative democracy provides the method of decision making through reasoned debate. നമ്മൾ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, പബ്ലിക് സ്പിയർ എന്താണ്, ഡെലിബറേറ്റ് ഡെമോക്രസി എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ഓക്കെ, പബ്ലിക് സ്പിയറിൽ നിന്നാണ് ഡെലിബറേറ്റീവ് ഡെമോക്രസി ഉണ്ടാവുന്നത്. ഓക്കെ, ഡെലിബറേറ്റീവ് ഡെമോക്രസിയുടെ ബേസ് ആണ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു ഡിസ്കസ് ചെയ്യുന്നു, ആ ഡിസ്കഷനിൽ നിന്ന് ഒരു എന്താണ്, ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോർമുലേറ്റ് ആവുന്നു. ഈ പബ്ലിക് ഒപ്പീനിയനാണ് എന്താവുന്നത്, ഡെമോക്രസിയിൽ പോളിസികളായിട്ട് പുറത്തേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്സ് ഓഫ് ഹേബർമാസ്. അപ്പൊ ഇതിന് ക്രിട്ടിക്കുകളും ഉണ്ട്. നാൻസി ഫ്രേസർ എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റ് ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ആണ്. അപ്പം ആർഗ്യൂ ദാറ്റ് ഹേബർമാസ് ഇഗ്നോർഡ് ഹൗ വുമൺ ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് വെയർ എക്സ്പ്ലോർഡ് ഫ്രം ദ പബ്ലിക് സ്പിയർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, എന്താണ്, നമ്മൾ ഈ പബ്ലിക് സ്പിയറിനെ കുറിച്ച് എല്ലാം പറയുമ്പോഴും ഉള്ളൊരു വലിയ ക്രിട്ടിക് എന്ന് പറയുന്നത് ഈ പബ്ലിക് സ്പിയറിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ എന്നാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളൊരു ചായക്കട പോയി നോക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ചായക്കട പോയി നോക്കുകയാണെങ്കിൽ അവിടെ നീ ചർച്ച ചെയ്യുന്നത് ആരാണ്? ഓക്കെ, ചർച്ച ചെയ്യുന്ന ആരാണ്? അല്ലെങ്കിൽ നിങ്ങളൊരു ബാർബർ ഷോപ്പ് പോയി നോക്കുകയാണ്, അവിടെ ചർച്ച ചെയ്യുന്ന ആരാണ്? നിങ്ങൾ എന്നെ പാർക്കിൽ പോയി നോക്കുകയാണ്, പാർക്കിൽ സ്ത്രീകളുണ്ടാവും, എന്നാലും അവിടുത്തെ ഒരു മെജോറിറ്റിയും ചർച്ച ചെയ്യുന്ന ആരാണ്? ഇതെല്ലാം പുരുഷന്മാരാണ്. നിങ്ങളൊരു മാർക്കറ്റിൽ പോകണം, മാർക്കറ്റിൽ പോയാൽ ആരാണ് ചർച്ച ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്തത് പുരുഷന്മാരാണ്. അപ്പം ഇതിന്റെ ഒരു ക്രിട്ടിക്കാണ് എന്താണ് ഈ പറയുന്ന നാൻസി ഫ്രേസർ, ഒരു ഫെമിനിസ്റ്റ് ആണ്. നാൻസി ഫ്രേസർ പറഞ്ഞൊരു ക്രിട്ടിക്കാണ്. ഹേബർമാസ് പബ്ലിക് സ്പിയറിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഹേബർമാസ് എന്ത് പറയാൻ വിട്ടുപോയി, സ്ത്രീകളും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും. ഓക്കെ, മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഡിപ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ആൾക്കാരും ഈ പബ്ലിക് സ്പിയറിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അവർ ഈ പബ്ലിക് സ്പിയറിൽ പെടാതെ മാറി നിൽക്കുകയാണ്. ഇപ്പോഴും ഇന്നത്തെ ഇന്ത്യയിലാണെങ്കിലും കൂടെ എന്താണ്, പബ്ലിക് സ്പിയറിൽ ഇവരൊന്നും ഇല്ല. ഓക്കെ,
അപ്പം ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ആ കാര്യം ഹേബർമാസ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിനെക്കുറിച്ച് ഹേബർമാസ് കണക്കിലെടുത്തിട്ടില്ല. കാരണം ഇവരും പബ്ലിക് അല്ലേ, ഇവരുടെ ആവശ്യങ്ങളും ഇവരുടെ ഒപ്പീനിയൻസും കൂടെ എന്ത് വേണം, അവരുടെ ഒപ്പീനിയൻസ് കൂടെ ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടല്ലോ. ഓക്കെ, അവർ ഈ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, സ്ത്രീകൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്. ഓക്കെ, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, സെക്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പെട്ടത് കാരണം ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന പബ്ലിക് സ്പീറിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം. മാർക്സിസ്റ്റ് ആർഗ്യൂ ദാറ്റ് എക്കണോമിക് ഇൻഇക്വാലിറ്റി പ്രിവെന്റ്സ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ പബ്ലിക് ഡിബേറ്റ്. ഓക്കെ, അതായത് എന്താണ് മാർക്സ് എന്താണ് പറയുന്നത്, നമ്മൾ എക്കണോമിക്, അതായത് ഈ പറയുന്ന എന്താണ് പല പല ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഇപ്പം ഈ പറയുന്ന ഒരു എലൈറ്റ് ആയിട്ടുള്ള ആളുടെ പബ്ലിക് ഒപ്പീനിയൻ ആയിരിക്കും കൂടുതൽ ഈ പറയുന്ന ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ആയാലും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. താഴെത്തട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്ത് എടുക്കില്ല, ഈ പറയുന്ന ലോവർ ക്ലാസ്സിലുള്ള ഒരു മനുഷ്യനെ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാരുടെ പബ്ലിക് ഒപ്പീനിയനെ ആരെടുക്കില്ല എന്നാണ് മാർക്സിസ്റ്റ് പറയുന്നത്. ഈ പറയുന്ന ഗവൺമെന്റോ ഒന്നും പോളിസി ആയിട്ട് കൊണ്ടുവരില്ല. കാരണം എന്താണ്, എക്കണോമിക് ഇൻഇക്വാലിറ്റി ഉള്ളത് കൊണ്ട് പബ്ലിക് ഡിബേറ്റിലോ അല്ലെങ്കിൽ പബ്ലിക് സ്പിയറിലോ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മാർക്സ് പറയുന്നത്. മാർക്സ് അല്ല, മാർക്സിസ്റ്റ് ക്രിട്ടിക്. ഓക്കെ, മാർക്സിസ്റ്റ് ക്രിട്ടിക്. Media criticism. Modern mass media and social media often manipulate opinion instead of encouraging rational discussion. ഓക്കെ, ഇത് വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ. ഓക്കെ, ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ബിഎഡൊന്നുമില്ല. ഞാൻ സ്കൂളിൽ ഒരു 4 മാസം ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിരുന്നു. ഓക്കെ, ഹയർ സെക്കൻഡറി പ്ലസ് 1 പ്ലസ് 2 ഒരു 4 മാസം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഒരു ടീച്ചറിന് വയ്യാതെ പോയപ്പോൾ ഞാൻ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി 4 മാസം പഠിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ നമ്മള് ഞാൻ പഠിച്ച അതേ ക്ലാസ്സിലുള്ള ഇന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ അങ്ങനെ പോയപ്പോ നമ്മളെ വെച്ചായിരിക്കുമല്ലോ കുട്ടികളെ കമ്പയർ ചെയ്യാം. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ധാരണയില്ല എന്നൊരു കാര്യം, അതായത് അവരുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാൻ താല്പര്യമില്ല. ഇനി അറിഞ്ഞാൽ കൂടെ അവർക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഏതെങ്കിലും ഈ പറയുന്ന ക്യാമറയിൽ നോക്കി കിടക്കുന്ന, ഞാൻ അവരൊന്നും ചെയ്യുന്ന മോശമായ ഒരു കാര്യമാണെന്നല്ല പറയുന്നത്, പക്ഷെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ തലമുറ, മീൻസ് അവരെ മാത്രമല്ല കേട്ടോ, യങ് ജനറേഷൻ മാത്രമല്ല, ഈ ക്ലാസ് എടുക്കുന്ന എന്റെ ഉൾപ്പെടെ പല ആൾക്കാരുടെയും ഈ പറയുന്ന ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്തത് ഇന്ന് സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, നിങ്ങൾ നിരന്തരമായി ഫോളോ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് അതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അതായി മാറും. അതാണ് ഇന്നത്തെ കാലം. അതായത് സോഷ്യൽ മീഡിയ ആണ് ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഒപ്പീനിയൻ കൺസൾട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം കള്ളമാക്കണോ, ഒരു കാര്യം കള്ളത്തരമാക്കണോ, സോഷ്യൽ മീഡിയക്ക് സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ നേതാവ് ഒരു പച്ചക്കള്ളം വിളിച്ചു പറയാം, ആ പച്ചക്കള്ളത്തിനെ താങ്ങാൻ വേണ്ടി എന്താണ് ഒരു 10 വളരെ ഫോളോവേഴ്സ് ഉള്ള ഒരു 10 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നുണയനെ എന്താക്കി മാറ്റാൻ പറ്റും, സത്യമാക്കി വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് ഇന്നത്തെ മോഡേൺ മാസ് മീഡിയ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. അത് ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്തെടുക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു റാഷണാലിറ്റിയാണ്. ഓക്കെ, നമ്മുടെ റാഷണൽ റീസണിങ് എബിലിറ്റീനെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നീട് ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി ചിന്തിച്ചൊരു ഒപ്പീനിയൻ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് ഇന്ന് ലോകം പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഉൾപ്പെടെ എല്ലാവരുടെയും എന്താണ് ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് എന്താണ്, സോഷ്യൽ മീഡിയ ആണ്. ഈ ഇൻഫ്ലുവൻസ്, ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച കാര്യം പറഞ്ഞു, ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കാര്യങ്ങളും എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായിട്ട് ഓടുന്ന കാര്യങ്ങൾ മാത്രമേ പിള്ളേർക്ക് അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഏതൊരു ടീച്ചർ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫോട്ടോ ഒരു സാറ് വന്ന് പൊക്കി കാണിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ സമയത്ത് യൂട്യൂബില് അലറി വിളിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടറിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം വരെ നമ്മുടെ പിള്ളേർ പറയും. അപ്പം അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം ഉണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം ഉണ്ട്. അതും ഈ പറയുന്ന രീതിയിൽ ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഇത് മാനിപ്പുലേറ്റ് ചെയ്യാം. അൽഗോരിതം ഒക്കെ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഇന്നത്തെ ഒപ്പീനിയൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്, സോഷ്യൽ മീഡിയ ആണ്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ലാർജ് മോഡേൺ സൊസൈറ്റീസ് മേക്ക് ഡെലിബറേഷൻ ഡിഫിക്കൽട്ട് ആൻഡ് ടൈം കൺസ്യൂമിംഗ്. ഓക്കെ, പിന്നെന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് മോഡേൺ കമ്മ്യൂണിറ്റീസ്, അതായത് മോഡേൺ കമ്മ്യൂണിറ്റീസ് ഇപ്പൊ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ശേഷം ഈ പറയുന്ന മിഡിൽ ക്ലാസ് വന്നു. പിന്നെ എന്താണ്, ആൾക്കാർക്ക് സമയമില്ല. ആൾക്കാർക്ക് എല്ലാവരും അവരുടെ കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പൊ എല്ലാവരും പബ്ലിക് സ്പിയറിൽ ഇരുന്നു കൊണ്ട്
ഒരു പബ്ലിക് സ്പേസിൽ ആരും കൂടെ ഷെയർ ചെയ്തിട്ട് ഡിസ്കഷൻ ഒക്കെ നടത്തി ഇങ്ങനെയൊക്കെ വേണം കാര്യങ്ങൾ നടക്കാൻ, ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോർമേറ്റ് ചെയ്തിട്ടുള്ള പരിപാടി ഒന്നും നടക്കുന്നില്ല അല്ലേ. ഇപ്പൊ നമ്മൾ ചായക്കടയിൽ പോയി നോക്കിയാലും ആരാണ്, ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇരുന്നാണ് ചായ എന്താണ് ഈ പറയുന്ന ഡിസ്കഷൻ നടത്തുന്നത്. ഒരു 50-60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന ഡിസ്കഷൻ ഒക്കെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത്, എല്ലാവരും ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ പറയുന്ന ഭയങ്കര ലിബറൽ സമൂഹമായതിന്റെ ഒരു ബേസിൽ, അല്ലെങ്കിൽ ഭയങ്കര ക്യാപിറ്റലിസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമായതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, എല്ലാവരും അവരുടേതായ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലാണ്. മാക്സിമം ഈ പറയുന്ന രീതിയിൽ എന്താണ് ഫണ്ട് റേസ് ചെയ്യുക, അല്ലെങ്കിൽ എക്കണോമിക്കലി ഭയങ്കര സ്റ്റേബിളായി മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒരു പബ്ലിക് സ്പിയർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംശയമാണ്. ഓക്കെ, പബ്ലിക് സ്പിയർ ഒക്കെ എത്രത്തോളം ആക്റ്റീവായിട്ട് ഉണ്ടെന്ന് ചോദിച്ചാലും അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും, ഓക്കെ, ഒരു മോഡേൺ സൊസൈറ്റി ആയി നമ്മൾ മാറിയതിന്റെ ഒരു കാര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ പബ്ലിക് സ്പിയർ ആണെങ്കിലും ഡെലിബറേഷൻ ആണെങ്കിലും ഡിസ്കഷൻ ആണെങ്കിലും ഡിസ്കോസ് ആണെങ്കിലും ഒന്നും കാര്യമായി നടക്കുന്നില്ല എന്നതാണ് എന്ത് ഫാക്ട്. ഓക്കെ, അപ്പം ഇതാണ് എന്താണ് നമ്മുടെ ഹേബർമാസിന്റെ ഇമ്പോർട്ടൻസ് ബുക്സ്. ഓക്കെ, തിയറി ആൻഡ് പ്രാക്ടീസ്, സ്ട്രക്ചർ ട്രാൻസ്ഫോർമിംഗ് പബ്ലിക് സ്പിയർ, നോളജ് ആൻഡ് ഹ്യൂമൻ ഇൻട്രസ്റ്റ്. ഇതിന്റെ ഒന്നും ഈ എന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പബ്ലിക് സ്പിയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചർ ട്രാൻസ്ഫോർമിംഗ് പബ്ലിക് സ്പിയറിലാണ് കേട്ടോ. പിന്നെ ടുവേർഡ്സ് എ റാഷണൽ സൊസൈറ്റി, എസ്റ്റിമേഷൻ ക്രൈസിസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് സൊസൈറ്റി, ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് നോംസ് ഒക്കെയാണ്. ഇനിയുണ്ട് എന്റെ കുറെ പുസ്തകങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയൊരു 5-6 ഇടത്തിന്റെ പേര് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതുള്ള നമ്മുടെ ആ 4th മൊഡ്യൂളും കഴിഞ്ഞു. ഇനി നമുക്ക് 3rd മൊഡ്യൂൾ നോക്കാം. ഞാൻ ഇപ്പോഴും ക്വസ്റ്റ്യൻ നോക്കുന്നില്ല കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, അതിന് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഒരു 10 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എനിക്കത് ഇങ്ങനെ ഓരോ ആയിട്ട് നോക്കി സോർട്ട് ചെയ്തെടുത്താലേ എനിക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എനിക്ക് അതിനൊരു ടൈം കിട്ടിയില്ല, ഞാനും കുറച്ച് ഓട്ടത്തിലേക്ക് പോയി. അപ്പം നമുക്ക് അടുത്ത മോഡ്യൂൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ നാളത്തേക്ക് ഞാൻ ക്വസ്റ്റ്യൻ എല്ലാം റെഡി ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത മോഡ്യൂൾ കൂടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ 3 മോഡ്യൂളിന്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് അടുത്ത, ഞാൻ ഈ മോഡ്യൂൾ കഴിയുമ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടത്തില്ല. ഓക്കെ, സോറി. അപ്പം ഇതാണ് ഈ ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ് അല്ല, സോറി, ഈ യൂണിറ്റ്. നമുക്ക് അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സമയങ്ങളല്ല, നിങ്ങളുടെ എക്സാം ഓഗസ്റ്റിലല്ലേ. ഓക്കെ, ഞാൻ ആരും പോകരുത്. ഞാനൊന്ന് ക്ലാസ് ഒന്ന് ഫയൽ ഒന്ന് എടുത്തോട്ടോ. പേജ് കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിൾ ആണോ? വിസിബിൾ ആണോ? വിസിബിൾ അല്ലേ? യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ പോസിറ്റിവിസ്റ്റ് തിയറീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോസിറ്റിവിസം? പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ബിഹേവിയറിസം പോലെ തന്നെയാണ് പോസിറ്റിവിസം. പോസിറ്റിവിസത്തിന്റെ ഒരു സ്ട്രീമിൽ വരുന്നതാണ് നമ്മൾ ബിഹേവിയറിസം. ഓക്കെ, അപ്പം പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പൊളിറ്റിക്കൽ സയൻസിനെ എന്താണ് നാച്ചുറൽ സയൻസ് പോലെ ട്രീറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ ആണ് പോസിറ്റിവിസം പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന വളരെ സയന്റിഫിക്കലി വേണം പൊളിറ്റിക്കൽ സയൻസിനെ ട്രീറ്റ് ചെയ്യാൻ എന്നൊരു ഐഡിയ ആണ് പോസിറ്റിവിസം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ വളരെ സയന്റിഫിക് ആയി ഡീൽ ചെയ്തിട്ടുള്ള ഓക്കെ സൊസൈറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിസ്റ്റത്തിനെ സ്റ്റേറ്റ് സിസ്റ്റത്തിനെ സയന്റിഫിക്കലി അനലൈസ് ചെയ്തൊരു 3 തിയറീസ് ആണ് ഈ പറഞ്ഞ ഡേവിഡ് ഇസ്റ്റത്തിന്റെ സിസ്റ്റം അനാലിസിസും സ്ട്രക്ചറൽ ഫംഗ്ഷണൽ അനാലിസിസും കമ്മ്യൂണിക്കേഷൻ തിയറിയും കാർഡീഷ്യന്റെ. ഓക്കെ, സ്ട്രക്ചറൽ ഫംഗ്ഷൻ അനാലിസിസ് ഗബ്രിയൽ ആൽമണ്ടിന്റെയും പവലിന്റെയും കൂടെയാണ്. ഓക്കെ, പിന്നീട് അത് പവൽ എടുക്കുന്നുണ്ട്. ആൽമണ്ട് ആണ് ഫോം ചെയ്യുന്നത്, പിന്നീട് പവൽ എന്ന് പറഞ്ഞ ഒരു വേറൊരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഇത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
നമ്മുടെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ എന്താണ് ഒരു ആബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിലുള്ള ഒരു നോളജ്, ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് ബേസിലുള്ള ഒരു നോളജ് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ നാച്ചുറൽ സയൻസ് പോലെ എംപെരിക്കലായ മെത്തേഡ്സിലൂടെ, ഓക്കെ, ഈ ഒബ്സർവേഷൻ പോലെ അല്ലെങ്കിൽ റിസർച്ച് പോലെയുള്ള പ്രോപ്പർ എംപെരിക്കലായ മെത്തേഡ്സിലൂടെ പൊളിറ്റിക്കൽ സയൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ സയൻസസ് പോലെ തന്നെ നോളജ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വളരെ സയന്റിഫിക്കലി സ്റ്റേറ്റ് സിസ്റ്റത്തിനെ അനലൈസ് ചെയ്ത ഒരു 3 തിയറീസ് ആണ് സിസ്റ്റം അനാലിസിസ്, ഡേവിഡ് ഡിസ്റ്റൺ, സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്, ക്രിട്ടിക്കൽ എലമെന്റ്, കമ്മ്യൂണിക്കേഷൻ തിയറി, കോൺട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡേവിഡ് ഈസ്റ്റന്റെ സിസ്റ്റം അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, so the system analysis approach started in 1950s. 1950s ഡേവിഡ് ഈസ്റ്റൺ ഈ കാര്യം പറയുന്നത്. ഓക്കെ, സിസ്റ്റം അനാലിസിസ് ഇൻ ഹിസ് ബുക്ക് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പൊ ഡേവിഡ് ഈസ്റ്റൺ എഴുതിയ പുസ്തകം ഏതാണ്? ദ പൊളിറ്റിക്കൽ സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിലാണ് പുള്ളി എന്ത് പറയുന്നത്, പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരാണ് ഇത് എഴുതാൻ ഡേവിഡ് ഈസ്റ്റനെ എന്താണ് ഇൻസ്പയർ ചെയ്തത്? ലുഡ്വിഗ് വോൺ ബെർട്ടലൻസി. ഓക്കെ, ലുഡ്വിഗ് വോൺ ബെർട്ടലൻസി എന്ന് പറയുന്ന വേറൊരു പൊളിറ്റിക്കൽ തിങ്കർ ആണ് എന്താണ് ഡേവിഡ് ഈസ്റ്റന്റെ ഈ പറയുന്ന സിസ്റ്റം തിയറിക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിന്ന ഒരാൾ. അപ്പൊ പുള്ളിയുടെ ഒരു തിയറി ആയിരുന്നു ജനറൽ സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ സിസ്റ്റം തിയറി പോലെ തന്നെ വളരെ സിമിലർ ആയ ഒരു തിയറിയാണ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് പൊളിറ്റിക്കൽ സിസ്റ്റം? എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം? പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് ദാറ്റ് system is that system of interaction in any society through which binding or authoritative allocations are made. ഒന്നുമില്ല, അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഈ പബ്ലിക് സ്ഫിയർ പോലുള്ള ഒരു കാര്യം തന്നെയാണ് ഇതും പറയുന്നത്. പിന്നെ ഇതൊരു പ്രോപ്പർ സിസ്റ്റം എന്ന രീതിയിലാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അതായത് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻസിന്റെ പുറത്ത്, ഓക്കെ, നമ്മളെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറയുന്ന ഈ പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷന്റെ പുറത്താണ് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന ബൈൻഡിങ് ഓർ അതോറിറ്റേറ്റീവ് അലോക്കേഷൻസ്. അതോറിറ്റേറ്റീവ് അലോക്കേഷൻസ് എന്താണ്? സ്റ്റേറ്റ് എടുക്കുന്ന ഡിസിഷൻസ് ആണ് അതോറിറ്റേറ്റീവ് അലോക്കേഷൻസ്. ഓക്കെ, സ്റ്റേറ്റ് കൊണ്ടുവരുന്ന പോളിസീസ് ആണ് അതോറിറ്റേറ്റീവ് അലോക്കേഷൻസ്. കാരണം അതോറിറ്റേറ്റീവ് അലോക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ലീഗലി ബൈൻഡിങ് ആണ്. ഓക്കെ, ലീഗലി ബൈൻഡിങ് ആയ അല്ലെങ്കിൽ എല്ലാവരുടെയും മേളിൽ ഒരു അതോറിറ്റേറ്റീവ് ആയി വരുന്ന ഒരു ഡിസിഷൻ ആണ് സ്റ്റേറ്റ് എടുക്കുന്നത്, അല്ലെ? അപ്പം അങ്ങനത്തെ ഡിസിഷൻസ് വരുന്ന എന്തിന്റെ പുറത്താണ്? സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഈ ആൾക്കാർ തമ്മിലുള്ള ഇന്ററാക്ഷന്റെ പുറത്താണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച അതേ കാര്യം തന്നെയാണ്. ഓക്കെ, അതായത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ അകത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർ ഇന്ററാക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണ്. അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ആശയവിനിമയങ്ങളുടെ പുറത്ത് എന്തുണ്ടാവുന്നു? ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ആവുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ആര് കൊണ്ടുവരുന്നു? സ്റ്റേറ്റ് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ എന്താണ് ലീഗലി ബൈൻഡിങ് അതോറിറ്റേറ്റീവ് അലോക്കേഷൻ, ലീഗലി ബൈൻഡിങ് ആയ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡിസിഷൻസ്. ഓക്കെ, അപ്പോൾ ഡേവിഡ് ഈസ്റ്റന്റെ സിസ്റ്റം അപ്രോച്ച് മെയിൻ പോയിന്റ്സ്. ഇറ്റ് ഹാസ് 2 മെയിൻ കമ്പണൻസ്, ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. ഓക്കെ, ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞാൽ ഇതിനകത്ത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഗേറ്റ് കീപ്പർ, ഡിസിഷൻ, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പുള്ളി ഒരു പ്രോപ്പർ സിസ്റ്റം പോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കാം. Inputs and outputs. Inputs consist of demand and support, the needs. Okay, demands are the needs that are bought by citizens in front of their governments, and support is the belief system citizens have towards the political system. Okay, okay, അപ്പോൾ ഇൻപുട്സ് എന്താണെന്നാണ് പറഞ്ഞാൽ ഇൻപുട്സ് ആണ് ഡിമാൻഡ് ആൻഡ് സപ്പോർട്ട്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിള് ഗവൺമെന്റിനെ ആസ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് ഈ പറയുന്ന തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം, ഓക്കെ, എല്ലാവർക്കും പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കണം, എല്ലാവർക്കും ഹൗസിംഗ് കൊടുക്കണം, ലാൻഡ് കൊടുക്കണം. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന പബ്ലിക് വെക്കുന്ന ഡിമാൻഡ് ആണ്. സപ്പോർട്ട് എന്താണ്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഈ പറയുന്ന എന്താണ്, നമ്മളൊരു ഡിമാൻഡ് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ പബ്ലിക് എന്ത് ചെയ്യണം? പബ്ലിക്കിന് ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റിന്റെ പുറത്തൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ അതോറിറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റിനെ അനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പബ്ലിക് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് നിയമങ്ങൾ നമ്മൾ അനുസരിക്കുക. ഓക്കെ, പബ്ലിക് എന്ന രീതിയിൽ നിയമങ്ങൾ അനുസരിക്കുക, പ്രോപ്പറായിട്ട് ടാക്സ് കൊടുക്കുക, വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഓക്കെ, ചുമ്മാ ഡിമാൻഡ് കൊടുത്ത് നമ്മൾ കുറെ ഡിമാൻഡ് വെക്കുന്നു, ഇവർ തിരിച്ച് എന്താണ് സ്റ്റേറ്റ് ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നു. അങ്ങനെയല്ല ഇത് വർക്കാവുന്നത്. നമ്മൾ ഡിമാൻഡ് വെക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? സ്റ്റേറ്റിനെ അനുസരിച്ച് നല്ല രീതിയിൽ എന്താണ് ഈ പറയുന്ന ഒരു സിവിൽ സൊസൈറ്റിയിൽ ഈ പറയുന്ന ലോ ഒക്കെ അനുസരിച്ച് ടാക്സ് ഒക്കെ കൊടുത്ത് വോട്ടൊക്കെ ചെയ്ത്
പ്രോപ്പറായി പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെസ്പെക്ട് ചെയ്ത് പോവുക എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം വിച്ച് ആക്ട് ആസ് എ ഗേറ്റ് കീപ്പർ. ഇറ്റ് ഫിൽട്ടേഴ്സ് ഔട്ട് വാട്ട് ആർ വാലിഡ് ഡിമാൻഡ്സ് ആൻഡ് വാട്ട് ആർ ഡിമാൻഡ്സ് മെയ്ഡ് ബൈ സിറ്റിസൺസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തുണ്ട്, ഒരു ഗേറ്റ് കീപ്പർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം പബ്ലിക് ഒപ്പീനിയനിൽ പല ആവശ്യങ്ങളും വരാം. ഓക്കെ, ഇപ്പൊ പല ആവശ്യങ്ങളും വരാം. അപ്പൊ നാളെ NSS പറയാണ് ഞങ്ങൾക്ക് NSS മാത്രം അല്ലെങ്കിൽ നായന്മാർക്ക് മാത്രം എന്താണ് റിസർവേഷൻ കൊണ്ടുവന്നത്, അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? ജനറൽ എന്ന് മാറ്റി അങ്ങനെ പബ്ലിക് ഒപ്പീനിയന് പല ആവശ്യങ്ങളും വരാം. ഓക്കെ, പബ്ലിക് ഒപ്പീനിയന് പല ആവശ്യങ്ങളും വരാം. പക്ഷെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് വളരെ വാലിഡ് ആയിട്ടുള്ള ആവശ്യം, ഏതൊക്കെയാണ് ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്, ഒരു ഗേറ്റ് കീപ്പറും കൂടെയാണ്. അല്ലെങ്കിൽ ഒരു ഗേറ്റിന് എന്താണ് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റി എന്നിട്ട് വേണ്ട ആൾക്കാരെ മാത്രമേ ഉള്ളിലേക്ക് എടുത്തുള്ളൂ, അല്ലാത്ത ആൾക്കാരെല്ലാം പുറത്ത് അടിച്ച് കളയുന്നത്. ഓക്കെ, ഒരു ഗേറ്റ് കീപ്പർ ഉണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ. ഔട്ട്പുട്ട് കൺസിസ്റ്റ് ഓഫ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. The policies, the laws, the rules and regulations that the government brings out as a result of this inputs result in the policies and outputs. അപ്പം ഇൻപുട്ട് ആയി ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് നമുക്കെല്ലാം അറിയുന്ന പോലെ എന്താണ്, ഈ പറയുന്ന പോലെ ഒരു ഡിസിഷൻ വരികയാണ്. ഓക്കെ, ഈ പറയുന്ന നമ്മൾ അങ്ങോട്ട് വെച്ച ഡിമാൻഡ് ഓർത്ത് സ്റ്റേറ്റ് ഇങ്ങോട്ട് കുറെ ഡിസിഷൻസ് കൊണ്ടുവരുന്നു. അത് എന്തും ആകാം, വെൽഫെയർ സ്കീംസ് ആവാം, അല്ലെങ്കിൽ കോടതി എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റും ആകാം. ഓക്കെ, കോടതി, കാരണം കോടതി എന്താണ്, ഈ പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു കാര്യമാണ് കോടതി. ഓക്കെ, അല്ലെങ്കിൽ കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് വരികയാണ്. പിന്നെന്താ, പബ്ലിക് പോളിസീസ് ആവാം, നിയമങ്ങളാകാം, അപ്പൊ എന്തും ആകാം. ഓക്കെ, ഓക്കെ, അപ്പം ആക്ഷൻസും, ഓക്കെ, ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസും. അപ്പൊ ആക്ഷൻസ് ആണ് ഈ പറയുന്ന പോളിസിയും ലോയും കാര്യങ്ങളും ഒക്കെ. This whole process goes on in a loop. As demands comes in the form of input, goes into the political system, gets filtered, output is generated as policies. This generates as positive, negative feedback, which goes into the environment. This feedback system connects to the output to the input, and then a set of new demand generates is in a result of this process. Hence, it is called a cyclic model. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇൻപുട്ട് പോകുന്നു, അതായത് കുറെ പറയുന്ന രീതിയിൽ ഡിമാൻഡ്സ് പോകുന്നു. അപ്പൊ അതിനകത്ത് എന്തുണ്ട്, നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചുമ്മാ ഡിമാൻഡ്സ് വെക്കുകയല്ല, നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ നിയമങ്ങളെല്ലാം അനുസരിച്ച് പ്രോപ്പറായി ടാക്സ് ഒക്കെ കൊടുത്ത് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഡെമോക്രസിയിൽ പ്രോപ്പറായ സിറ്റിസൺസിനെ പോലെ പാർട്ടിസിപ്പേറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു, കുറെ ഡിസിഷൻസ്, കുറെ ഡിമാൻഡ്സ് വരുന്നു. അതിൽ നിന്ന് പ്രോപ്പറായ ഡിമാൻഡ്സ് മാത്രം, ഓക്കെ, ഈ പറയുന്ന രീതിയിൽ പാസ്സായി വരാൻ ചാൻസ് ഉള്ള ഡിമാൻഡ്സ് മാത്രം, അല്ലെങ്കിൽ പാസ്സാക്കേണ്ട ആവശ്യമുള്ള സ്റ്റേറ്റിൽ തോന്നുന്ന ഡിമാൻഡ്സ് മാത്രം ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് എന്തായിരുന്നു, ഔട്ട്പുട്ട് വരികയാണ്, ഡിസിഷൻസ് വരികയാണ്, അതിന്റെ പുറത്തൊരു ആക്ഷൻ ഉണ്ടാവുന്നു. ഓക്കെ, അത് കോടതിയിൽ നിന്ന് വരുന്ന ഒരു ജഡ്ജ്മെന്റ് ആകാം, അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന ഒരു പോളിസി ആകാം. ഓക്കെ, എന്തുമാകാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പോളിസിയെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സിസ്റ്റം അനാലിസിസിൽ എന്തുണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. ഓക്കെ, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫീഡ്ബാക്ക് എന്താണ്, അതായത് ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പൊ പൊളിറ്റിക്കൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ വേണ്ടി ആയിരിക്കാം ഒരു നിയമം കൊണ്ടുവന്നു. ഗ്രൂപ്പ് കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഫീഡ്ബാക്ക് എങ്ങനെ രീതിയിൽ ഉണ്ടാവുക, ഫീഡ്ബാക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെ, ഏതൊക്കെ ഫോർമാറ്റിൽ ഫീഡ്ബാക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാകാം, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഒരു തീരുമാനം എടുക്കുന്നു, ഒരു ഡിസിഷൻ എടുക്കുന്നു. അത് നിയമങ്ങളാവാം, അല്ലെങ്കിൽ ഒരു കോടതി കൊണ്ടുവന്ന ജഡ്ജ്മെന്റ് ആകാം, പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാകാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഡിവിഷൻ കൊണ്ടുവന്നൊരു നിയമമാകാം, എന്തുമാകാം. ഓക്കെ, അപ്പൊ അതിനൊരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി റെസ്പോൺസ് ആണ്. ഓക്കെ, റെസ്പോൺസ് എന്തൊക്കെയാണ്, റെസ്പോൺസ് ഏതൊക്കെ രീതിയിൽ വരാം, റെസ്പോൺസ് ഏതൊക്കെ രീതിയിൽ വരാം. സമരങ്ങൾ റെസ്പോൺസ് അല്ലേ, പ്രൊട്ടസ്റ്റ് നടക്കുന്ന റെസ്പോൺസ് അല്ലേ, ഗവൺമെന്റ് എടുക്കുന്ന ഒരു തീരുമാനം ഡിസിഷൻ വന്നു. ഇപ്പം സി എ ഓക്കെ, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് വന്നു, അത് ഗവൺമെന്റ് എടുത്തൊരു ഡിസിഷൻ ആണ്. ഓക്കെ, ആ ഡിസിഷന്റെ പുറത്ത് എന്തുണ്ടായി, അതിന്റെ റെസ്പോൺസ് ആയിട്ട് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി. ഇന്ത്യ മൊത്തം സമരങ്ങൾ ഉണ്ടായില്ലേ, 2019, 20 ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്, സമരങ്ങൾ ഉണ്ടായി. പിന്നെ മീഡിയ ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെ, മീഡിയ എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെയൊക്കെ രാത്രി 8 മണിക്ക് കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് ചാനലിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യുന്നില്ലേ, മീഡിയ വലിച്ചു കീറുന്നില്ല. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മാസ് മീഡിയ ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്ത് ചെയ്യുന്നത്, മീഡിയ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ, ഈ പറയുന്ന ഒരു ഫീഡ്ബാക്കിന്റെ ഒക്കെ ഒരു മെക്കാനിസം ഉണ്ടോ, മീഡിയ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതേക്ക് തന്നെ പബ്ലിക് ഒപ്പീനിയൻ, ഈ പറയുന്ന പബ്ലിക് സ്പീയറിൽ ഉണ്ടാകുന്ന പബ്ലിക് ഒപ്പീനിയൻ, എല്ലാവരും വട്ടത്തിരുന്ന് കുറ്റം പറയുന്നത്.
ഓക്കെ, ഈ പറഞ്ഞ സർക്കാർ ഇത് എന്തൊരു ഡിസിഷനാണ് കാര്യങ്ങളൊക്കെ കുറ്റം പറയുന്നത് എന്താണ്, അത് ഒരു റെസ്പോൺസ് ആണ്, ഫീഡ്ബാക്ക് ആണ്. അതിനൊക്കെ തന്നെ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ഷനാണ്. ഓക്കെ, സർക്കാരിന്റെ നയങ്ങൾ മോശമാണ് എന്ന സാധനം കാണിക്കുന്നത് നമ്മൾ എവിടെയായിരിക്കും? ഇലക്ഷനിലായിരിക്കാം. ഓക്കെ, ഇലക്ഷനിലായിരിക്കാം. വോട്ടിംഗ്, നമ്മൾ വോട്ട് ചെയ്യുന്നത് മാറ്റി കുത്തുമ്പോഴാണ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് വലിയ രീതിയിൽ നമ്മൾ ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ഭീകരമായ രീതിയിൽ ആ ഫീഡ്ബാക്ക് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണെന്നാണ് പറയുന്നത്? ഇതൊരു സൈക്ലിക് മോഡലാണ്. ഓക്കെ, അതായത് ഇതൊരു സൈക്കിളൊക്കെയാണ്, സൈക്കിൾ പോലെയാണ്. ഒരു കാര്യം നടക്കും, ഇത് നടക്കും, ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതിന് അങ്ങനെ ബ്രേക്ക് ഒന്നും അല്ല, ഇതൊരു സൈക്ലിക് ആണ്. അപ്പം എന്താണ് സിസ്റ്റം അനാലിസിസ് മോഡൽ? സൈക്ലിക് ആണ്. അതിനകത്ത് ഫീഡ്ബാക്ക് ഉണ്ട്, ഇൻപുട്ട് ഉണ്ടാവുന്നു, സപ്പോർട്ട് ഉണ്ട്, അത് ഫിൽട്ടർ ചെയ്യപ്പെടുന്നു, ഫിൽട്ടർ ചെയ്തിട്ട് ഡിസിഷൻസ് വരുന്നു, ആക്ഷൻസ് വരുന്നു, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടാവുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും ഇൻപുട്ട് നടക്കുന്നു, ഡിസിഷൻസ് ഉണ്ടാവുന്നു, ആക്ഷൻസ് ഉണ്ടാവുന്നു, ഫീഡ്ബാക്ക് നടക്കുന്നു, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് സൈക്ലിക് മോഡലാണ്. പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എന്തുണ്ട്? ഒരു എൻവയോൺമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ എൻവയോൺമെന്റ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ? ഈ സോഷ്യൽ കണ്ടീഷൻസ്, റിലീജിയന്, എക്കണോമി, പിന്നെ എന്താണ് ടെക്നോളജി, ഇതെല്ലാം പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഐഡിയ ആണ്. എന്താണ് ഈ പറഞ്ഞു വരുന്ന? ഓക്കെ, ഇതിനെ നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അതായത് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം വന്നെത്തുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഡിമാൻഡ്സ് വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഡിമാൻഡ്സ് വരുന്ന സ്ഥലത്തിന് നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കാറുണ്ട്. ഡിമാൻഡ്സ് എങ്ങോട്ടേക്കാണ് വരുന്നത്? ഡിമാൻഡ്സ് വരുന്ന എക്സിക്യൂട്ടീവിലേക്കാണ്, ലെജിസ്ലേറ്ററിലേക്ക് ആവാം, പാർലമെന്റിലേക്ക് ആവാം, അല്ലെങ്കിൽ കോടതിയിലേക്ക് ആവാം, ഓക്കെ, ജുഡീഷ്യറിലേക്ക് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ബ്യൂറോക്രസിയിലേക്ക് ആവാം. ഓക്കെ, ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ബ്യൂറോക്രാറ്റിക് ലിങ്കിലേക്ക് ആകാം. ഇതിനെ നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ബോക്സ് വിളിക്കുന്നത് അറിയോ? അതായത് ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഡിസിഷൻ ഇവരെ എടുക്കുന്നത്, ഓക്കെ, എങ്ങനെയാണ് ഈ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം പൂർണ്ണമായും നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, പൂർണ്ണമായും പബ്ലിക്കിന് നമ്മൾ ഡിമാൻഡ്സ് ഒക്കെ വെക്കുന്നുണ്ട്, അവിടെ ഈ പറയുന്ന പോലെ പാർലമെന്റിലൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളും പേപ്പർ വർക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു കൂട്ടം ഈ പറയുന്ന ഡിപ്ലോമാറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീഷ്യൽസ് ആയിക്കോട്ടെ, ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ, ഇവരെങ്ങനെയാണ് ഇത് ഡിസിഷൻ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് കാര്യം നമുക്ക് പബ്ലിക്കിന് കാണാൻ കഴിയുന്നില്ല, അല്ലെ? പബ്ലിക്കിന് അത് കാണാൻ കഴിയുന്നില്ല. അതിനെ കൊണ്ടാണ് നമ്മൾ ഇതിനെ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ എന്താണ്, ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഒരു ഫീഡ്ബാക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, പിന്നെ ഒരു എൻവയോൺമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പൊളിറ്റിക്കൽ സിസ്റ്റം നിൽക്കുന്ന എൻവയോൺമെന്റ് നമുക്കെല്ലാം അറിയാൻ പോലെ മതവും ജാതിയും, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് കൾച്ചറും ടെക്നോളജിയും ബ്യൂറോക്രസിയും എല്ലാം നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഡേവിഡ് ഈസ്റ്റൺ സിസ്റ്റത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. വാല്യൂസ് ആർ അതോറിറ്റേറ്റീവ്ലി അലോക്കേറ്റഡ്, മീനിങ് ഡിസിഷൻസ് ഓഫ് ദോസ് ഹു ആർ ഇൻ പവർ ആർ ബൈൻഡിങ് ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഈ സ്റ്റേറ്റ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബ്യൂറോക്രസി കൊണ്ടുവരുന്ന ഡിസിഷൻ എന്താണ്? അത് അതോറിറ്റേറ്റീവ് അലോക്കേഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതെന്താണ്, അത് ലീഗലി ബൈൻഡിങ് ആണ്. ഓക്കെ, അല്ല ചുമ്മാ ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ മതി എന്നുള്ള സാധനമൊന്നുമല്ല. ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് അതോറിറ്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മേളിൽ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ മേളിൽ, പബ്ലിക്കിന്റെ മേളിൽ ബൈൻഡ് ചെയ്യുന്ന ഡിസിഷൻസ് ആണത്. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് ഡൈനാമിക്, അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് ഓപ്പൺ ആൻഡ് അഡാപ്റ്റീവ്, അതായത് ഡൈനാമിക് ആണ്, സ്റ്റാറ്റിക് അല്ല. ഓക്കെ, അത് ഇങ്ങനെ എപ്പോഴും ഒരേ കണക്ക് നിൽക്കുന്ന ഒരു സാധനമല്ല. സാഹചര്യം എന്താണോ, അല്ലെങ്കിൽ എൻവയോൺമെന്റ് മാറുന്നതനുസരിച്ച്. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പൊളിറ്റിക്കൽ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന എൻവയോൺമെന്റ് ആയിരിക്കില്ല കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റ് ആയിരിക്കില്ല കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഒരുപാട് രീതിയിൽ മാറ്റമുണ്ട്. ഇപ്പൊ റിലീജിയന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മന്ത്രിസഭാ രൂപീകരണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാമുദായിക സംഘടനകൾ ഒരുപാട് ഇടപെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വാർത്ത വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസ് ഇത് ഫോർമാലിറ്റി, മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ സാമുദായിക സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട്. ഓക്കെ, വലിയ രീതിയിൽ ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് ഇടപെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പക്ഷെ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇടപെടാറില്ല. ഓപ്പൺ ആയിട്ട് ഇടപെടില്ല. ഇതൊരു പ്രശ്നമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്താണ് അതെന്താണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മാറിയതിന്റെ, ഓക്കെ, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് മാറി എന്നതിന്റെ ഒരു തെളിവാണത്. ഓക്കെ, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് മാറി എന്നൊരു തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, അത് സ്റ്റാറ്റിക് അല്ല, എപ്പോഴും ഒരേ കണക്ക് നിൽക്കുന്ന ഒരു കാര്യമല്ല. പൊളിറ്റിക്കൽ സിസ്റ്റം ആണെങ്കിലും പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആയാലും അതിങ്ങനെ സാഹചര്യത്തിന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഭയങ്കര ഓപ്പൺ ആയ ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് സൈക്ലിക്കൽ ലൂപ്പ് മോഡൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇൻപുട്ട് വരുന്നു, ബ്ലാക്ക് ബോക്സിൽ എത്തുന്നു, അവിടുത്തെ ഡിസിഷൻ ആക്ഷൻ വരുന്നു, അവിടെ നിന്ന് വീണ്ടും ഫീഡ്ബാക്ക് ഉണ്ടാവുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് ദ യൂണിറ്റ് ലെവൽ ഓഫ് അനാലിസിസ് ഫോർ ഡേവിഡ് ഈസ്റ്റൺ.
പൊളിറ്റിക്കൽ സിസ്റ്റം യൂണിറ്റ് ലെവൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അനാലിസിസ് ആണ് എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഇൻട്രാ സിസ്റ്റം ബിഹേവിയർ വിത്തിൻ എ സിസ്റ്റം ബിഹേവിയർ. ഓക്കെ, അതായത് എന്താണ് സിസ്റ്റത്തിന്റെ അകത്ത്, ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ അകത്തുള്ള ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഡിസിഷൻസ് എങ്ങനെയാണ് ഫോർമുലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് ഫോർമുലേറ്റ് ആവുന്നത് എന്നുള്ള ഒരു ബിഹേവിയർ, പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. ഇതാണ് സിസ്റ്റം അനാലിസിസ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. അങ്ങനെ ഭീകരമായി നോക്കാനോ ടെൻഷൻ അടിക്കാനോ കാര്യങ്ങളോ മനസ്സിലാവുക എന്ന് ഇപ്പം മാർക്സിസം പറഞ്ഞ പോലത്തെ മനസ്സിലായി ഒന്നും വരാൻ ചാൻസില്ല. കാരണം മാർക്സിസം നേരത്തെ പറഞ്ഞ ഭയങ്കര എന്താണ്, ഭയങ്കര എക്കണോമിക്കലാണ് മാർക്സിസം. ഓക്കെ, ഭയങ്കര എക്കണോമിക്കലായ പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പം നമുക്ക് പൊളിറ്റിക്കൽ സയൻസുകാർക്ക് അത് എത്രത്തോളം ദഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാം. നിങ്ങൾ അതിന്റെ ബേസിക് നോക്കുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. എല്ലാം ഏകദേശം ഒരേ ഐഡിയ. സ്ട്രക്ചറൽ ഫംഗ്ഷൻ പറയുമ്പോഴും നമുക്ക് കുറേയൊക്കെ ഒരേ ഐഡിയ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ. അപ്പൊ അടുത്താണ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ആൽമണ്ട് ആൻഡ് പവർ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം പറയുന്നത് ഇത്രേ ഉള്ളൂ. പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. ഇവരെങ്ങനെ പബ്ലിക് ഡിസിഷൻ എടുത്തുകൊണ്ട് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുന്നു, ഓക്കെ, ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആൽമണ്ട് ആൻഡ് പവർ സ്ട്രക്ചറൽ ഫംഗ്ഷനിസത്തിലും ഈ പറയുന്ന നമ്മുടെ ഡേവിഡ് ഈസ്റ്റൺ സിസ്റ്റമായിട്ട് വളരെ സിമിലർ ആണ്. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൽമണ്ട് ആൻഡ് പവർ സ്ട്രക്ചറൽ ഫംഗ്ഷനിസത്തിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഓക്കെ, ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ഈ മച്ചാന്റെ ഡേവിഡ് ഈസ്റ്റന്റെ തിയറിക്കകത്ത് തന്നെ ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഫീഡ്ബാക്ക് ആയിട്ട് പല രീതിയിലുള്ള മീഡിയ ക്രിറ്റിസിസം ആയിക്കോട്ടെ, പ്രൊട്ടസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോട്ടിംഗ് ബിഹേവിയർ ആയിക്കോട്ടെ, അങ്ങനെ ഫീഡ്ബാക്ക് പല രീതിയിൽ വരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ സ്ട്രക്ചറൽ ഫംഗ്ഷനിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഈ രണ്ട് തിയറി തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെച്ചോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ആൽമണ്ട് ആൻഡ് പവലിന്റെ സ്ട്രക്ചറൽ ഫംഗ്ഷനിസം ആണ് നോക്കാൻ പോകുന്നത്. ഗബ്രിയൽ ആൽമണ്ട് ആൻഡ് ബിങ്ഹാം പവൽ. ഓക്കെ, പവൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഗബ്രിയൽ ആൽമണ്ടിനെ കുറിച്ചാണ് സിലബസിലുള്ളത്. ഈ ഗബ്രിയൽ ആൽമണ്ട് ആണ് സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം ആദ്യമായിട്ട് പറയുന്നതെങ്കിലും പിന്നീട് കുറെ കാലം കഴിഞ്ഞ് പവൽ എന്ന് പറയുന്ന ആൾ പുള്ളി അതിനെ ഒന്ന് മോഡീകരിച്ചിട്ടുണ്ട്. ഓക്കെ, Gabriel Almond introduced structural functional approach. Okay, they argued in order to understand the political system, it is necessary to understand not only the institution, the structure, but also their respective functions. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പറയുന്നത് ഈ സ്ട്രക്ചർ മാത്രം അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ആയിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, പാർലമെന്റ് കാര്യങ്ങളായിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ആര് പറയുന്നത്, ആൽമണ്ടും പവലും പറയുന്നത്. ഓക്കെ, അപ്പം അത് അറിഞ്ഞാൽ മാത്രമേ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെ സ്റ്റേബിൾ ആയി നിൽക്കൂ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുമെന്നാണ് ആൽമണ്ടും പവലും പറയുന്നത്. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്തുണ്ട്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓരോ റോൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ജുഡീഷ്യറി. ഓക്കെ, ഇപ്പൊ ജുഡീഷ്യറി എടുത്തു കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് ഒരു സെപ്പറേറ്റ് റോൾ ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, പാർലമെന്റിന് ഒരു സെപ്പറേറ്റ് റോൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയി സ്റ്റേബിൾ ആയി പോയാൽ മാത്രമേ പൊളിറ്റിക്കൽ സിസ്റ്റം സ്റ്റേബിൾ ആയി നിൽക്കൂ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അപാകത വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റുന്നതാണ്, അത് പൊളിറ്റിക്കൽ സിസ്റ്റം മൊത്തത്തിൽ ഈ പറയുന്ന രീതിയിൽ എന്താവും, ഒരു അൺസ്റ്റേബിൾ ആകും എന്നാണ് ഇവരെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ബേസിക് ആയ കാര്യം. ഓക്കെ, മാക്സ് വെബർ ആൻഡ് ടാൽക്കോട്ട് പാർസർ ഇൻസ്പയർഡ് ഗബ്രിയൽ ആൽമണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ മാക്സ് വെബറും ടാൽക്കോട്ട് പാർസറും ആണ് ഗബ്രിയൽ ആൽമണ്ടിനെ ഈ തിയറിക്ക് ഇൻസ്പയർ ചെയ്യുന്നത്. ഗബ്രിയൽ ആൽമണ്ട് ഇൻ ഹിസ് ബുക്ക് പോളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പോളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയസ് ആണ് ഗബ്രിയൽ ആൽമണ്ടിന്റെ ബുക്ക്. അതിലാണ് ഗബ്രിയൽ ആൽമണ്ട് വേറെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പോളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയയിലാണ് പുള്ളി സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. All political systems have a structure, and these structure perform their respective functions with different degrees in different political system. Okay, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടേതായ ഫംഗ്ഷൻസ് നിറവേറ്റുന്നുണ്ടാവും. ഓക്കെ, ഡിഫറെന്റ് ഡിഗ്രീസിലുള്ള, അതായത് ഡിഫറെന്റ് ലെവൽസിലുള്ള ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം ലോ മേക്കിംഗ്, ബ്യൂറോക്രസി, പാർലമെന്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇതെല്ലാം ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. ഓക്കെ,
അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെല്ലാവർക്കും അവരുടേതായ റോളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു സാധനം നിങ്ങൾ നോക്കി വെക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻപുട്ട് ഫങ്ഷൻസ്. ഓക്കെ, ഇൻപുട്ട് ഫങ്ഷൻസ് എന്ന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ത്രൂ ഫാമിലി പിയർ ഗ്രൂപ്പ്സ്. അപ്പൊ ഇൻപുട്ട് എങ്ങനെയാണ് ഇൻപുട്ട് വരുന്നത് നോക്കാം, ഇവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻപുട്ട് വരുന്നത് നോക്കാം. ഓക്കെ, ടീച്ചിങ് പൊളിറ്റിക്കൽ വാല്യൂസ് ആൻഡ് ബ്രിങ്ങിങ് പീപ്പിൾ ഇൻ ടു പൊളിറ്റിക്സ് ആണ് ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറയുന്ന ഫാമിലിയിലുള്ള ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം ഞാനൊരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഒരു സ്റ്റുഡന്റ് പിയർ ഗ്രൂപ്പ് ഉണ്ടാകാം. അപ്പം അങ്ങനത്തെ ഉള്ള സ്കൂൾ, ഓക്കെ, അപ്പം ഇത്ര സ്കൂളിൽ നിന്നും ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പിയർ ഗ്രൂപ്പ്, അതേ കണക്ക് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസും. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഓക്കെ, സെയിം ഐഡിയ ഷെയർ ചെയ്യുന്ന ആൾക്കാർ തമ്മിലൊക്കെ എന്തുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ. അപ്പം ഇവിടെ നമ്മൾ എന്ത് പഠിക്കുന്നു, നമ്മൾ പൊളിറ്റിക്കൽ വാല്യൂസ് പഠിക്കുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ വാല്യൂസ് പഠിക്കുന്നു. അതേ കണക്ക് തന്നെ ആൾക്കാരിലേക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആയിക്കോളെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആയിക്കോട്ടെ. അതിന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടക്കുന്ന എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഫാമിലിയിൽ നിന്ന്, സ്കൂളിൽ നിന്നൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ക്യാമ്പസ് കോളേജിലൊക്കെ പഠിക്കുമ്പോഴേക്കും നമുക്കൊരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വാല്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതേ കണക്ക് തന്നെ ആൾക്കാരെ പൊളിറ്റിക്സിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഫാമിലിയിൽ നിന്നൊക്കെയാണ്. ഓക്കെ, ആൾക്കാരെ പൊളിറ്റിക്സിലേക്ക് എത്തിക്കുന്നത് എവിടെ നിന്നാണ്, ഈ പറയുന്ന സ്കൂളിൽ നിന്നും, ക്യാമ്പസുകളിൽ നിന്നും, അല്ലെങ്കിൽ മീഡിയയിൽ നിന്നും, പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നൊക്കെയാണ് ആൾക്കാരെ എവിടത്തേക്ക് എത്തിക്കുന്നത്, ഈ പറയുന്ന പൊളിറ്റിക്സിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന്റെ ഭാഗമാക്കുന്നതും ഇതാണ്. അതുകൊണ്ടാണ് ഈ റിക്രൂട്ട്മെന്റ് പറയുന്നത്. ഓക്കെ, ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് എന്താകുന്നു, അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നു. ഈ ഫാമിലിയിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന പൊളിറ്റിക്കൽ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ വാല്യൂസ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിക്രൂട്ടഡ് ആയി അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് റിക്രൂട്ടഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അടുത്തതാണ് ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ. ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഈ ഡിമാൻഡ്സും ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ഡിമാൻഡ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. അത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ എക്സാമ്പിൾ പറയാൻ പറ്റും? ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ എക്സാമ്പിൾ ട്രേഡ് യൂണിയൻ. ഓക്കെ, ട്രേഡ് യൂണിയൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, തൊഴിലാളികളുടെ പ്രശ്നമാണ് ട്രേഡ് യൂണിയൻ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം റിലീജിയസ് ഓർഗനൈസേഷൻസ് എന്താണ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഇപ്പം ട്രേഡ് യൂണിയൻസ്, ക്ലബ്സ്, ഓക്കെ, ഇതെല്ലാം ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. അത് കണക്ക് തന്നെ ഇപ്പം ഇന്ത്യയിൽ എന്താണ് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് എന്താണ്, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഇതൊരു ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ ആണ്. ഈ പറയുന്ന ഫാമേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ, ഓക്കെ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റ് ആണ് സമരത്തിലൂടെ അവർ ആർട്ടിക്കുലേറ്റ് ചെയ്ത് സ്റ്റേറ്റിന് കൊടുത്തത്. ഓക്കെ, സമരത്തിലൂടെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് സ്റ്റേറ്റിന്റെ മുന്നിലേക്ക് വെക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ഇതും എന്താണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഇൻട്രസ്റ്റ് അഗ്രഗേഷൻ ത്രൂ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, അപ്പം എന്താണ് ഇപ്പം അതായത് ഇൻട്രസ്റ്റ് അഗ്രഗേഷൻ എന്ന് പറഞ്ഞാല് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ ഒരു കുറെ ഇൻട്രസ്റ്റുകൾ ഒരുമിച്ച് അഗ്രഗേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് അഗ്രഗേഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യാറുണ്ട്, ഇലക്ഷൻ ആകുമ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അഗ്രഗേഷന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ആണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണ് മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ, ഓക്കെ, അത് റിലീജിയസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാവും, ട്രേഡ് യൂണിയനുകളാവും, തൊഴിലാളികളാകാം. ആം ആദ്മി പാർട്ടി ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ, റൈറ്റ്? ഇറ്റ്സ് ഫോർമേഷൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് പറയാം. ഓക്കെ, പക്ഷെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി, ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പോഴത്തേക്ക് അതൊരു പീപ്പിൾ അഗെയിൻസ്റ്റ് കറപ്ഷൻ അതെ ആണ്. പക്ഷെ അത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഒരു പാർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നീട് കാരണം പാർട്ടി ആയി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഇൻട്രസ്റ്റ് പീപ്പിൾ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഇൻട്രസ്റ്റ് മാറി പോകുന്നുണ്ട്. ഓക്കെ,
പിന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറപ്ഷൻ എഗെയിൻസ്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടി ഒരു പെർട്ടിക്കുലർ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയാം. അതുകൊണ്ടാണ് എന്താണ് തൊഴിലാളികൾ സംബന്ധിച്ചിരിക്കുന്നത് അവർ ട്രേഡ് യൂണിയന്റെ ഭാഗമാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന വർക്കേഴ്സ് യൂണിയന്റെ ഭാഗമാണ്. അപ്പൊ തൊഴിലാളി പ്രശ്നങ്ങളായിരിക്കും അവരവിടെ വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അവരുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അവരുടെ വെക്കുക. അപ്പൊ ഇത് ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായി വന്ന പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ആയി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഡൈനാമിക്സ് മാറണം അവിടെ. ഓക്കെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന് പുറത്ത് ഇവരുടെ ഡൈനാമിക്സ് മാറും. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് അവർ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ഭാഗമാകുക. ഓക്കെ, ഈ പറയുന്ന സോക്കോൾട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഈ പൊളിറ്റിക്കൽ റിക്രൂട്ടഡ് ആയി മാറുന്ന ആൾക്കാരായിട്ട് അവർ മാറുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ റിക്രൂട്ടഡ് ആയി മാറുകയാണ്. റിക്രൂട്ടഡ് ആയി മാറുന്നു. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ് ആയി മാറുകയാണ്. ഓക്കെ, ആം ആദ്മി പാർട്ടി ഒരു സ്റ്റേറ്റ് ആയി മാറുകയാണ്. ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് മാനിഫെസ്റ്റോ ഒക്കെ തയ്യാറാക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് പല പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇൻട്രസ്റ്റുകൾ ഒരുമിച്ച് അഗ്രിഗേറ്റ് ചെയ്ത് ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ മീഡിയ. ഓക്കെ, അതായത് പൊളിറ്റിക്കൽ ഇൻഫർമേഷന്റെ ഒരു ഫ്ലോയിനെയാണ്. ഓക്കെ, പൊളിറ്റിക്കൽ ഇൻഫർമേഷന്റെ ഒരു സ്മൂത്ത് ഫ്ലോയിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് മീഡിയയിലൂടെ ആകാം, സോഷ്യൽ മീഡിയയിലൂടെ ആകാം, അത് അല്ലെങ്കിൽ സ്പീച്ചസിലൂടെ ആകാം. ഓക്കെ, സ്പീച്ചസിലൂടെ ആകാം. ഓക്കെ, അടുത്തതാണ് ഔട്ട്പുട്ട്. ഇതെല്ലാം ഇവർ സിസ്റ്റമാറ്റിക്കലി പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഐഡിയ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ എല്ലാവരും ആവശ്യം ഉന്നയിക്കുന്നു അവിടെ ഇതുണ്ടാവുന്നല്ല, സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഫസ്റ്റ് ആണ് റൂൾ മേക്കിംഗ്. ഔട്ട്പുട്ട് എന്താണ്? ഇങ്ങനെ കുറെ ഡിമാൻഡ്സ് വരുന്നു, അത് ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരുന്നു ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അഗ്രിഗേറ്റ് ചെയ്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ അവരുടെ സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇൻപുട്ടുകളാണ്. ഓക്കെ, സ്റ്റേറ്റിന് അങ്ങോട്ട് വരുന്ന ഇൻപുട്ടുകളാണ്. അപ്പൊ ഔട്ട്പുട്ട് ആയിട്ട് എന്താണ് വരുന്നത്? റൂൾ മേക്കിംഗ്. നമുക്കെല്ലാം പോലെ ലെജിസ്ലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? റൂള് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ആപ്ലിക്കേഷൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. റൂൾ അഡ്ജുഡിക്കേഷൻ. റൂൾ അഡ്ജുഡിക്കേഷൻ എന്താണ്? ജുഡീഷ്യറിയുടെ റോളാണ്. അതായത് ഈ പറയുന്ന നിയമങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന നിയമങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും അതേ കണക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്നത് ആരാണ്? ജുഡീഷ്യറിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, മറ്റേ നമ്മുടെ സിസ്റ്റം അപ്രോച്ചുമായിട്ടും സിമിലർ ആണ്. ഇതും സൈക്ലിക് ആണ്. ഇത് പറയുന്ന പോലെ ഇൻപുട്ട് ഉണ്ടാവുന്നു, ഈ പറയുന്ന അഗ്രഗേഷൻ ഉണ്ടാവുന്നു. അഗ്രിഗേഷന്റെ ഭാഗമായിട്ട് എന്താണെന്ന് ഈ പറയുന്ന കുറെ ഐഡന്റിറ്റി പോളിറ്റിക്സിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങൾ വരുന്നു. അങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ വരുന്നു. അവിടെയും ഈ പറയുന്ന രീതിയിൽ ഇത് പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തിലേക്ക് വന്ന് എത്തുന്നു. ആ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും ഈ പറയുന്ന രീതിയിൽ ഔട്ട്പുട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് പ്രോപ്പർ ലെജിസ്ലേറ്ററിലും നിയമം ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് പിന്നെ എക്സിക്യൂട്ടീവ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിയമങ്ങൾ പ്രോപ്പർ ആയിട്ടാണോ, നിയമങ്ങൾ ഈ പറയുന്ന ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനെ ഭേദിക്കാതെയാണോ നിയമങ്ങൾ വന്നത് എന്ന് നോക്കുന്ന ഇപ്പം ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു റൂൾ അഡ്ജുഡിക്കേഷൻ ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ ഹനിക്കാത്ത രീതിയിലാണോ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ജുഡീഷ്യറി നോക്കുന്ന റൂൾ അഡ്ജുഡിക്കേഷൻ ആണ്. ഓക്കെ, അതായത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനെ ഹനിക്കുന്നില്ല. ഓക്കെ, അത് കണക്ക് തന്നെ ഒരു നിയമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണ്. ഇപ്പൊ സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു നിയമം കൊണ്ടുവരുന്നത് ഇപ്പം ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ റിസോൾവ് ചെയ്യുന്ന ആരാണ്? ജുഡീഷ്യറിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് സൈക്ലിക് ആണ്, ഓപ്പൺ ആണ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾക്കാണെങ്കിലും ഏത് സാധാരണക്കാരന് വേണമെങ്കിലും എന്താണ് അഭിപ്രായങ്ങൾ പറയാം, കണ്ടിന്യൂസ് ആണ്, അതൊക്കെ സൈക്ലിക് തന്നെയാണ്. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ആൽമണ്ട് ഈ മോഡൽ പറഞ്ഞപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് ആൽമണ്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ മോഡലിൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് ആൽമണ്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ മറ്റേ സിസ്റ്റം അപ്രോച്ചിൽ എന്ത് പറയുന്നുണ്ട്? ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന കാര്യം പറയുന്നുണ്ട്. ചുമ്മാ ഇത് വരുന്നു, ഔട്ട്പുട്ട് ഉണ്ടാവുന്നു, വീണ്ടും ഡിമാൻഡ്സ് വരുന്നു എന്നല്ല. ഔട്ട്പുട്ടിനനുസരിച്ച് ഡിമാൻഡ് മാറും. ഓക്കെ, ഔട്ട്പുട്ട് വരുന്നത് അല്ലെങ്കിൽ നയങ്ങൾ കൊണ്ടുവന്നത് കറക്റ്റ് ആയിട്ടല്ല, അത് ഈ പറയുന്ന പബ്ലിക്കിനെ ഹനിക്കുന്ന പോലെയാണെന്ന് തോന്നുകയാണെങ്കിൽ സിസ്റ്റം തന്നെ മാറിപ്പോകും. ഓക്കെ, ആ പൊളിറ്റിക്കൽ സിസ്റ്റം, ആ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് തന്നെ മാറിപ്പോകും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, അമിതയ്ക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം പീപ്പിൾ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊക്കെ വന്നതാണ്. ഓക്കെ, അതുവരെ അതൊരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. ഓക്കെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അവിടെ എന്ത് പറ്റുന്നു? പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അവരും ഈ പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ഒരു കീ പ്ലെയർ ആയിട്ട് മാറുകയാണ് അവിടെ. ഓക്കെ, അപ്പൊ അതിനുശേഷം അതിനൊരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. ടെസ്റ്റ് പോർഷൻ ഏതാണ് സാർ? ടെസ്റ്റ് പോർഷൻ സെക്ഷണൽ ടെസ്റ്റ് ഒക്കെ ഞാൻ ഇട്ടു. സെക്ഷൻ ഞാൻ മറ്റേ ഒരു 50 ക്വസ്റ്റ്യൻ്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു ഐറണി എന്ന് പറഞ്ഞാൽ ഇവര് പീപ്പിൾ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിനിൽ വന്നതാണ്. ഓക്കെ,
വന്നതാണ്. എന്നിട്ട് ഇപ്പം ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരു കേജ്രിവാൾ അകത്തായിരുന്നു, ഒരു വലിയ അഴിമതി ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ സിസ്റ്റത്തിന്റെ ഓൾസോ പാർട്ട്, അതെ, ഓൾസോ പാർട്ട് ഓഫ് കറപ്ഷൻ. ഇപ്പൊ അവര് വലിയ അഴിമതി ആരോപണങ്ങൾ ഉറത്താണ് നിൽക്കുന്നത്. അത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ കഥ കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എം പിമാര് രാഘവ് ചൗധരി ഉൾപ്പെടെ കുറെ എം പിമാര് പോയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ ടെസ്റ്റ് പോർഷന്റെ കാര്യം പറഞ്ഞത്, ഞാൻ സെക്ഷണൽ ടെസ്റ്റ് ഒരു 50 ചോദ്യങ്ങളുടെ നമ്മുടെ IR-ന്റെ, ഓക്കെ, IR-ന്റെ 10 മോഡ്യൂളും ആൽഗമേറ്റ് ചെയ്ത് ഒരു മോഡ്യൂളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വീതം റീസൺ അസേഷൻ ചോദ്യങ്ങളുണ്ട്. ഈ 50 ചോദ്യത്തിൽ 10 ക്വസ്റ്റ്യൻ റീസൺ അസേഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും. റീസൺ അസേഷൻ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ച് ആ അസേർട്ട് ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ റീസൺ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ചിലപ്പം അസേഷനും കറക്റ്റ് ആയിരിക്കും, റീസണും കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓക്കെ, പക്ഷെ ഇതിൽ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ആ 2 പോയിന്റ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ അസേർട്ട് ചെയ്ത കാര്യത്തിന്റെ കറക്റ്റ് റീസൺ ആയിരിക്കില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം കൊടുക്കാൻ. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾ 50 ചോദ്യം എല്ലാവരും നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, സമയം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ അറ്റൻഡിങ്. 10 മോഡ്യൂൾ ഒരുമിച്ച്, അതെ 10 മോഡ്യൂൾ ഒരുമിച്ച്. അങ്ങനെയാണല്ലോ സെക്ഷണൽ ടെസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരു യൂണിറ്റിന്റെ സെക്ഷണൽ ടെസ്റ്റ് ആണ്, ഒരു യൂണിറ്റിന്റെ കംപ്ലീറ്റ് സെക്ഷണൽ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 50 ചോദ്യം ഉണ്ട്. സംശയം എന്തെങ്കിലും ഉണ്ടോ?